ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി പൗഡറാണ്. അത് എല്ലാത്തിനും കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ചോറോട്, ദോശയോട്, ഇഡ്ഡലി കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളത് ആ പൊടിയെ കഴിക്കുക. പക്ഷേ ദിവസം ഒരു സ്പൂണ് പൊടി മാത്രം നമ്മൾ കഴിക്കണം. അങ്ങനെയുള്ളൊരു ഹെൽത്തി പൗഡറാണ് ഇത്. അതിൻ്റെ ഹെൽത്തി പൗഡറിൻ്റെ പേര് ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡറാണ്. ഫ്ലാക്സ് സീഡ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഒമേഗ 3 എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സീഡ്സാണത്. അതുകൊണ്ട് അത് നമ്മൾ ദിവസം ഒരു സ്പൂണ് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അത് ചില കൂട്ടർക്ക് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പറ്റൂല. എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് രാവിലെ കുടിക്കുമ്പോഴേക്കും അത് ഒരു വെണ്ടക്കേൻ്റെ അകത്തുള്ള ഇതുപോലെ പശ പോലെ ഉണ്ടാവും. അതുകൊണ്ട് അധികം ആൾക്കാർ അത് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടപ്പെടില്ല. അതിനെക്കൊണ്ട് നമുക്ക് ലഡ്ഡു ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പൊടിയാക്കിയിട്ടാണ് ഞാൻ കഴിക്കൽ. മുളകും ഉപ്പും ഒന്നും ഇടാതെ കണ്ട് ഞാൻ അത് മാത്രം പൊടിയാക്കി വെച്ചിട്ട് ദിവസം ഒരു സ്പൂണ് ഞാൻ ചോറിൻ്റെ അകത്ത് കഴിക്കലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് നല്ല ഒരു ചമ്മന്തിപ്പൊടി പോലെ ആക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ മുതിരേനെ കൊണ്ടെല്ലാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, അതേപോലെ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇത് ഒരു പൊടിയാക്കിയിട്ട് ദിവസം നമ്മൾ ഒരു സ്പൂണ് ചോറിൻ്റെ കൂടെയോ ഏതെങ്കിലും പലഹാരത്തിൻ്റെ കൂടെയോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലത്. അതിന് വേണ്ട സാധനമാണ് ഫ്ലാക്സ് സീഡ്സ് 1 കപ്പ്, 2 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, കഴിയുന്നതും പോളിഷ് ഇല്ലാത്ത ഉഴുന്ന് പരിപ്പ് നമ്മൾ ഉപയോഗിക്കാൻ നോക്കാം. കടലപ്പരിപ്പ് 1 സ്പൂണ്, 1 സ്പൂണ് മല്ലി, 1/2 സ്പൂണ് ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മുളക്. അത് ഞാൻ മുളകാപ്പൊടിയാണ് തരുന്നത്, കാശ്മീർ ചില്ലി പൗഡർ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മുളകാപ്പൊടിയും ഉപ്പ് പൊടിയും ചേർക്കാം. എനിക്ക് കുറച്ച് ഉപ്പും മുളകെല്ലാം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കുറവേ ഇടുന്നില്ല. ഒരു 4-5 വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില. ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഈ ഫ്ലാക്സ് സീഡ്സിനെ നമ്മൾ എന്താക്കണം, കുറച്ച് സ്റ്റൗ ചെറിയതാക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കരിയാൻ പാടില്ല. കരിഞ്ഞ് കഴിഞ്ഞാൽ ആ പൊടീൻ്റെ സ്മെല്ലെല്ലാം പോവും, കരിഞ്ഞ മണം വരും. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചെറുങ്ങനെ സ്റ്റൗ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അത് നല്ല ഉന്തി വരും, ഓരോ സീഡ്സും നല്ല സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ വേഗം സ്റ്റൗ ബന്ധാക്കിയിട്ട് നമ്മളതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണിയാൻ വെക്കണം. ഞാൻ നന്നായിട്ട് ഇത് വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതെല്ലാം ഒന്ന് വറുത്തിട്ട് ബാക്കിയില്ല ഉഴുന്ന് പരിപ്പും ജീരകമെല്ലാം ചെറിയ സ്റ്റൗവിൻ്റെ മേലെ നന്നായി വറുത്തിട്ട് എടുത്തിട്ട് ഞാനൊന്ന് ചട്നിപ്പൊടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫ്ലാക്സ് സീഡ്സിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചെറുങ്ങനെ മല്ലി, ജീരകം, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ് എല്ലാം ചെറുങ്ങനെ വെച്ച് നന്നായിട്ട് വറുത്തെടുത്തു. ആ വറുത്തെടുത്ത ശേഷം ഞാൻ അതേ പാത്രത്തിൽ തന്നെ 2-3 തണ്ട് കരിയാപ്പിലേനെല്ലാം നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് എടുത്തിട്ട് വെള്ളമെല്ലാം തുടച്ച് മാറ്റിക്കതിന് ശേഷം ആ ചൂടുള്ള പാത്രത്തിൽ തന്നെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ അരക്കുന്ന സമയത്തേക്ക് ചട്നിപ്പൊടി മോശമായി പോവും. അതുകൊണ്ട് അതും കൂടി കുറച്ച് നല്ല ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. അതേപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഞാൻ ഇതിൻ്റെ കൂടെ അരക്കുമ്പോഴേക്ക് ചേർത്തു. നമ്മളെ ഹെൽത്തി ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ഏൻ്റെ കൂടെ ആയി കഴിഞ്ഞാൽ ഒരു സ്പൂൺ നമ്മൾ ദിവസം കഴിക്കാൻ ആയത്ര ശ്രമിച്ച് നോക്കുക. അതേപോലെ ഇതിൻ്റെ അകത്ത് പുളി വേണ്ടവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം പുളിയും ചേർക്കാം. എനിക്ക് പുളി ഇഷ്ടമില്ലാതെ കൊണ്ട് ഞാനിതിൽ പുളി ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതേപോലത്തെ ഹെൽത്തി ഫ്ലാക്സ് സീഡ്സിൻ്റെ പൗഡർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ. ബൈ.